പണിയാണ് പിങ്കി തരുന്നത് കേട്ടോ പിങ്കി. മഴയായോണ്ട് നിനക്ക് ഇച്ചിരി ഹാസ്യം എന്താണെന്ന് വിചാരിച്ചിട്ട് പല ഇമേലൊക്കെ ചൊറിഞ്ഞിട്ട് കൂടെ നിറച്ചു അകത്താക്കാൻ വേണ്ടിട്ട് കുരുത്തങ്ങടെ പെണ്ണ് എടുത്തു. ഹലോ, അപ്പം നമ്മൾ കുറേ നാളെയില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം നല്ല മഴയും അതുപോലെ വെക്കേഷനായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കും ഭയങ്കര മടി പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ലോങ് വീഡിയോ എവിടെ, ഷോർട്ട് വീഡിയോ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചത് ലോങ് വീഡിയോ ഇടാം, പിന്നെ ഒരു റെസിപ്പിയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഒരു മത്തങ്ങ കൊണ്ടത് കൊടുത്തായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മത്തങ്ങയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മത്തങ്ങ കിട്ടുന്നത്. നീളൻ മത്തൻ, നമ്മൾ ഉരുണ്ടിട്ടില്ല ആ ഒരു മത്തനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നല്ല കുരു. അപ്പോൾ ഞാനത് കുറച്ച് കിളിപ്പിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഒരു ഫ്രൂട്ടും, അപ്പോൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു മഴയുള്ള ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഉഴപ്പലായിരുന്നു, നൂഡിൽസ് ആയിരുന്നു. അപ്പോൾ അത് മോള് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയില്ലല്ലോ അതിൽ, അപ്പോൾ അവൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ നൂഡിൽസാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇത്തിരി മടിയുള്ള ദിവസം എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് ലാവിഷാക്കാം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതിന് കുഴപ്പമില്ല അല്ലേ. അമ്മ ഇല്ലെങ്കിലും നൂഡിൽസൊക്കെ ഉണ്ടാക്കിയിട്ട് വയറ് നിറച്ചോളൂ. പ്രാക്ടീസ് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തു. ഞാൻ 2 ദിവസം നാട്ടിൽ നിന്ന് പോയി നിന്ന് കഴിഞ്ഞാൽ രാവിലെ നൂഡിൽസ്, ഉച്ചക്ക് പുറത്തുനിന്ന് മതി, പിന്നെ രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കൂലേ, കറിയൊന്നുണ്ടാക്കുക. അപ്പം ഞാനിങ്ങനെ പറയാമെന്നേ. അപ്പം നമ്മളില്ലേ ഒരു ദിവസം വീട്ടിലില്ലെങ്കിലോ നമുക്ക് വയ്യാതായി കഴിഞ്ഞാലോ മക്കൾ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ അത്രയും ആശ്വാസമല്ലേ. അപ്പോൾ ഒരു റിഹേഴ്സൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നൂഡിൽസൊക്കെ ഉണ്ടാകാനായിട്ടുള്ള പഠിപ്പീര്. അപ്പം ഗ്യാസിൻ്റെ മുകളിലല്ല, ഇൻഡക്ഷൻ കുക്കറിലായതുകൊണ്ട് അതിൽ നമുക്ക് പേടിക്കാനില്ല. അപ്പം അങ്ങനെ നൂഡിൽസൊക്കെ ഉണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് ഭാഗം വെക്കുവാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ യുദ്ധം നടക്കും. ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ, നൂഡിൽസ് പ്രത്യേകിച്ച് കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ അവിടെ യുദ്ധം നടക്കും. അതുകൊണ്ട് ഇത് രണ്ടും കറക്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ ഇതേ നമ്മുടെ ഉഡായിപ്പ് ബ്രേക്ക്ഫാസ്റ്റായി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്, ഇത്രയും ദിവസം നല്ല മഴയായിരുന്നല്ലോ. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ വന്ന് ഒന്ന് ഉഷാറായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതേ എനിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇത് തന്നെയാണ് കേട്ടോ. കാര്യമായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമുക്കിന്നൊരു ബിരിയാണി ഉണ്ടാക്കാം. വെറും ബിരിയാണിയല്ല, ഇന്നൊരു ഞണ്ട് ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതേ കുറച്ച് ഞണ്ട് കിട്ടിയായിരുന്നേ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് 2 നല്ല മുഴുത്ത 2 നോക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്നൊന്ന് ഞണ്ട് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് മഞ്ഞളും മുളകും ഉപ്പൊക്കെ പെരക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഇന്നെടുത്ത് പുറത്ത് വെച്ച്. അപ്പം നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് റെസിപ്പി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. നമ്മുടെ ബിരിയാണി മസാലയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. എണ്ണ ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ സവാള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം ഇപ്പം ഞാൻ ഉപ്പിടുന്നില്ല കേട്ടോ, ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ തക്കാളി അരിഞ്ഞതും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നിച്ചാണ് ചതച്ചെടുത്തേക്കുന്നത്. സെപ്പറേറ്റ് ചതച്ചിട്ട് ചേർക്കുവാണെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ അത് 3 കൂടെ ഇതേ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ഒരു മണം തന്നെ വരുമല്ലോ. ഈ ഒരു 3 സാധനവും നമ്മൾ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ബിരിയാണി ഫ്ലേവർ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇല്ലേ ഒരു 3 സവാളയും 3 തക്കാളി എടുത്തിട്ടുണ്ട്. സെയിം പോർഷനാണ് എടുത്തേക്കുന്നത്. പിന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനും നമ്മുടെ ഫ്ലേവറിനൊക്കെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് എടുക്കാം. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി പൊടികളായ മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് 3 ചേർത്ത് കൊടുക്കുക. ഇതിലില്ലേ ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഗരം മസാല ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ടിന് അതിൻ്റെ ഒരു ടേസ്റ്റ് ആണല്ലോ, അതിൻ്റെ തന്നെ ഒരു ഫ്ലേവർ വരുമ്പോഴാണല്ലോ പ്രത്യേക ഒരു കഴിക്കാൻ നമുക്കൊരു സുഖം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഗരം മസാല ചേർക്കുന്നില്ല. അപ്പം ഞണ്ടും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പൊട്ടിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ അതിൻ്റെ കുറുങ്ങിയില്ലേ ഞണ്ടിൻ്റെ കാലും അതൊക്കെ അതുപോലെ ഇട്ടേക്കുവാണ്. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു അര കപ്പ്
വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. അതും ചേർത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് വേവട്ടെ. ഇതിലിനി പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല കേട്ടോ. ആ സമയത്ത് നമുക്ക് ബിരിയാണിയുടെ റൈസ് ഒന്ന് ഉണ്ടാക്കാം കേട്ടോ. റൈസിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ കുറേ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ റെസിപ്പി ഇപ്പോൾ കാണിക്കുന്നില്ല റൈസിൻ്റെ. അപ്പോൾ അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കുരുമുളക് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതും കൂടെ ചേർത്തിട്ട് ഇതേ നമ്മുടെ ഞണ്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് കുഞ്ഞൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ ഞണ്ടിൻ്റെ മസാലയും അതുപോലെ ഒരു കഷ്ണവും ഒക്കെ ചേർത്തിട്ട് ആ ഒരു ഫ്ലേവർ അതിലോട്ട് ഇറക്കത്തക്ക രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ദം ചെയ്യാം കേട്ടോ. ഞാനിവിടെ ദം ചെയ്യുന്നില്ല, കാരണം ഞണ്ടാണല്ലോ, അത് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നതാണ് ഇവിടെ ഇഷ്ടം തോന്നിയതുകൊണ്ട് ദം ചെയ്തിട്ടുണ്ടായില്ല. അപ്പം ഇതുപോലെ റൈസ് അതിൻ്റെ മുകളിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ റൈസിൽ മല്ലിയിലയും ഇച്ചിരി സവാളയും മുരിച്ചത് മാത്രമേ ഇട്ടില്ല കേട്ടോ, നട്ട്സ് ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പുറത്തുനിന്ന് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഞണ്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാലഡ് വിത്ത് പപ്പട വിത്ത് അച്ചാർ. ഞണ്ട് ബിരിയാണി റെഡി. അപ്പോൾ ഇതേ നമ്മുടെ ഞണ്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മൾ ചിക്കന് പകരം ഇതിൽ ഞണ്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഞണ്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് അത്ര വലിയ ഇഷ്ടമായില്ല കേട്ടോ. നമ്മൾ ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്കൊരു ചിക്കനാണോ അല്ലെ ബീഫൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണല്ലോ. അപ്പോൾ ഞണ്ടിന് ആ ഒരു ഫ്ലേവർ ഉണ്ടാവില്ലല്ലോ, മീറ്റിൻ്റെ ഫ്ലേവർ ഉണ്ടാവില്ലല്ലോ. ആ ഒരു വ്യത്യാസമുണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്കൊന്ന് കായൽ ഞണ്ടൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അല്ലാതെ നമുക്ക് കഴിക്കാൻ റൈസും മസാലയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതായിരുന്നു കേട്ടോ. 2 കൈ ഉപയോഗിക്കണം, രണ്ടൊന്നും. അപ്പം നമ്മുടെ ഞണ്ട് ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ നല്ല അടിപൊളി മാങ്ങ മുളകും ഉപ്പും തിരുമിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പിങ്കിയും ഞാനും കൂടെ മഴയൊക്കെ അങ്ങനെ ആസ്വദിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തോണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കടലാസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തോണി ഉണ്ടാക്കിയിട്ട് അവർക്ക് വെള്ളത്തിലിട്ട് കളിക്കണം പോലും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പിങ്കി മഴയായതുകൊണ്ട് പിങ്കിക്ക് ഭയങ്കര പ്രശ്നമാണ്, കൂട്ടിലൊന്നും കയറാൻ പറ്റണില്ല. ആ ഒരവസ്ഥയിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് മഴയുള്ള ദിവസം എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു, പക്ഷേ അത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ലോങ് വീഡിയോസ് കാണാത്തതിൽ അന്വേഷിച്ച ഒത്തിരി കൂട്ടുകാരുണ്ട്. ലോങ് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം കേട്ടോ. ഗാർഡനിങ് ഒക്കെ ഇട്ട് തുടങ്ങാം. അതാണല്ലോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു ചമ്മന്തിയും കപ്പയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. മഴയൊക്കെ ആകുമ്പോൾ ഇതൊക്കെയാണല്ലോ ഒരു രസം. നമുക്ക് പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അകത്താക്കലെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് ആക്കി കരുതാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു ദിവസത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ കയറിയിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.